വൈബ്സ് ഓഫ് ലിസ. പറയാം, അറിയാം, കേൾക്കാം. ചെരുപ്പിട്ടു നടന്നാൽ പ്രാണികളെ ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ച് ചെരുപ്പ് കയ്യിലെടുത്തു നടന്ന ബഷീർ. ബേപ്പൂർ വയലിലെ വീട്ടുവളപ്പ് തൻ്റേതെന്ന പോലെ കുറുക്കൻ്റേതും കിളികളുടേതും സകലമാന പ്രാണികളുടേതും കൂടിയാണെന്ന് മേങ്കോസ്റ്റീൻ മരച്ചുവട്ടിലിരുന്ന് പ്രഖ്യാപിച്ച മലയാളത്തിൻ്റെ ബഷീർ, ലോകത്തിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ. പ്രിയ ശ്രോതാക്കളെ, ലിസ കോളേജിലെ ജേർണലിസം വിഭാഗം അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം ഇൻ്റെ ഉപ്പുപ്പാക്ക് ഒരാനുണ്ടാർന്നു. കുഞ്ഞിപ്പാത്തുമ്മ, കുഞ്ഞിപ്പാത്തുമ്മ, എന്തമ്മ ഇതെവിടെ പോയിരിക്കണ്? ഞാൻ ഇവിടെ ഉണ്ടമ്മ. നമ്മൾ പറഞ്ഞിട്ടില്ലേ അയൽപക്കത്ത് പോകരുതെന്ന്? ഇച്ചി നാട്ടിലെ പണക്കാരനായ വട്ടനടിമയുടെ മോള. നിന്റെ ഉമ്മ ആരാ? കുഞ്ഞിതാച്ചുമ്മ. അതല്ലടി ചോദിച്ചത്. ഇന്റെ നിലയും വിലയും നിനക്കറിയോ? നിന്റെ ഉമ്മേ ആനമക്കാരുടെ പുന്നാര മോള. നിന്റെ ബാപ്പാക്കേ വലിയൊരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. അപ്പൊ അനക്കോ? എന്റെ ഉപ്പൂപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പൂപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു. ഉമ്മ ആനനെ തൊട്ടിട്ടുണ്ടാ? പിന്നെ ഞമ്മളല്ലേ അതിന് ചോറ് ശർക്കരയും കൊടുത്തോണ്ടിരുന്നത്? ഞമ്മള് കണ്ടിട്ടില്ല. ഞമ്മക്ക് ഇഷ്ടായി ഞമ്മന്റെ പുന്നാര ആനേനെ. ഉമ്മ എപ്പോഴാമ്മ ഞാൻ വലുതാവാൻ പോണത്? ഇതെന്തൊരു ചോദ്യാ? അല്ല, ബാപ്പാടൊപ്പം കുളിച്ചാൻ പോയപ്പോ ഞാൻ കാപ്പിർച്ചികളെ കണ്ട്. അവർക്ക് നല്ല മണമുണ്ട്. അവര് സാരിയും ബ്ലൗസ് എന്ന കുപ്പായവും അതിനടിയിൽ ബോഡീസ് എന്ന പറ്റുകുപ്പായവും ഇട്ടിട്ടുണ്ട്. ബോഡീസ് ഒന്ന് എനിച്ചും വേണമെന്ന് പറഞ്ഞപ്പോ അവര് പറയാ, കുഞ്ഞിപ്പാത്തുമ്മ ഇച്ച് വലുതാവട്ടെ. ഉമ്മ എപ്പോഴാമ്മ ഞാൻ വലുതാവണത്? എന്റെ കുഞ്ഞിപ്പാത്തുമ്മ, ഞമ്മക്ക് വേണ്ടാത്തതാ അത്. കാപ്പിരിച്ചികളെ ലിബാസ്. കാഫിറിനോട് ഞമ്മ എതിര് കാണിക്കണം. ബാപ്പല്ലേ നിക്കണത്, നീ ബാപ്പാട് ചോദിക്ക്. അത് നേരാ മോളെ, ഞമ്മക്കത് പാങ്ങില്ല. ഞമ്മൾ ഇസ്ലാമികളാ. അതുകൊണ്ടല്ലേ ബാപ്പ തലമുട്ട അടിച്ച് നടക്കണേ, ദിവസവും 5 നേരം നിസ്കരിക്കണം. വലിയ കശുമനേരിയത് തോളിക്കൂടെ ഇടും. അത് നിലത്ത് മുട്ടാണ്ടിരിക്കാൻ 2 ബാല്യക്കാര് പിന്നാലെ നടന്ന് പൊക്കിപ്പിടിക്കും. അങ്ങനെയാ അന്റെ ബാപ്പ നടക്കണത്. നിന്റെ ഉമ്മ ഉണ്ടല്ലോ, വലിയ മുർക്കാരിയാ. ഒരു ദിവസം 100 തളിർവറ്റില വേണം. അവളുടെ വർത്താനം കേൾക്കാനായിട്ട് പെണ്ണുങ്ങൾ വരും. അന്റെ കവളിൽ ആ കറുത്ത മറുകിനെ പറ്റിയ സംസാരം. ഇതാണ് ഭാഗ്യമറുക്. ചുമ്മാ ഉണ്ടാകോ? ആനമക്കാരുടെ പുന്നാര മോളുടെ പുന്നാര മോള. തന്നെയോ? നമ്മൾ 5 പെറ്റിട്ട് പടച്ചോനും മുത്തുനബിയും നേർച്ചക്കാരും ഒന്നിനേ തന്നുള്ളൂ. പിന്നെ കല്യാണത്തിന് ഇവിടെ ബാപ്പാന്റെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുമ്മയുടെ കല്യാണം നടക്കും. ആനമക്കാരുടെ പുന്നാര മോളുടെ പുന്നാര മോള. ഉമ്മ, ഇവിടെ നിങ്ങള് മീൻകാരനെയും പിച്ചക്കാരനെയും പിള്ളേർക്ക് എന്തിനാ ഞമ്മളെ പേരിടുന്നത്? കെട്ടിക്കാൻ പോണ പെണ്ണ ചോയ്ക്കണ കേട്ടോ. നോക്കിയേ, അന്റെ മറുകിന്റെ നിറെന്താ? കറുത്തത്. അന്റെ ഉപ്പുപ്പായുടെ ആനയുടെ നിറം എന്തായിരുന്നു? കറുത്തത്. അന്റെ നിറെന്താ? വെളുത്തത്. വെളുത്ത എന്റെ കവിളുമ്മല് കറുത്ത മറുകുണ്ടായതെന്താ? എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, അതുകൊണ്ട്. വലിയൊരു കൊമ്പനാന. അന്റെ ബാപ്പേ ഇന്നെ കെട്ടാൻ വന്നത് ആനയുടെ പുറത്ത് കയറിയ. ഇന്നേം കെട്ടാൻ വരുന്ന ചെക്കൻ ആനപ്പുറത്താവോ വരിക? എന്റെ അമ്മയും മോളും കൂടി ഒരു കുശുകുശിപ്പ്. ഒന്നുമില്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങളിങ്ങനെ കേസും കൂട്ടായി നടന്നാ മതിയോ? ഓള് കെട്ടിച്ചു കൊടുക്കണ്ടേ? വേണം. പക്ഷേല് കണ്ടോനും പൊക്കനും പിടിച്ചോനും കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്റെ പുന്നാര കുഞ്ഞിത്താച്ചോ? അത് ശരിയാ. ആനമക്കാരന്റെ പുന്നാര മോളുടെ പുന്നാര മോൾക്ക് മുന്തിയൊരു തന്നെ വേണം. എന്താണ് വീട്ടുമുറ്റത്തൊരു ബഹളം? പിള്ളേരും ഉമ്മയും തമ്മിൽ വഴക്കാണോ? എന്താണ് ബന്ധുക്കളെ? ബന്ധുക്കൾ എന്താ പറഞ്ഞേ? നിങ്ങളെ കാലം പാമ്പ് കടിക്കും. എന്താ? ഒലക്ക കൊണ്ട് അടിക്കും. ഉമ്മ ഒന്ന് വെറുതെ ഇരിക്കി. വല്ലതും പറഞ്ഞാ അവരുടെ ബാപ്പാര് വെയിക്കിന് വരും. വരട്ടിടി, അന്നെ അവരൊക്കെ ഒന്ന് കാണട്ടെ. ആനമക്കാരന്റെ പുന്നാര മോളുടെ പുന്നാര മോളെ അവരൊക്കെ ഒന്ന് കാണട്ടെ. എന്റെ ഉപ്പൂപ്പാക്കാർ ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. അത് കുയ്യാനായിരുന്നേ. കുയ്യാനേ. എന്താ കുട്ടിയോളെ? റേഡിയോ നാടകം അവസാനിക്കുന്നു. തിരക്കഥാ സംഭാഷണം അസ്ന ഷെറിൻ, പശ്ചാത്തല സംഗീതം എഡിറ്റിംഗ് അഞ്ജന മുഹമ്മദ് ഇഷ, അവതരണം കാവ്യ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് ബഷീർ, ഷാനു ഷഹാസ്, ഉമ്മ നന്ദന, മകൾ അർഷിത.